ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വധത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വധത്തിന് പ്രതികാരമായി, രക്തസാക്ഷിത്വത്തിന് പ്രതികാരമായി കനത്ത ആക്രമണമാണ് അതിനുശേഷം ഇറാൻ നടത്തിയത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ആക്രമണങ്ങൾ നടത്തുമെന്ന് നേരത്തെ തന്നെ IRGC പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും ഇസ്രായേൽ, ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, UAE-യിലുള്ള അവരുടെ വ്യോമത്താവളങ്ങൾ, കുവൈത്തിലുള്ള താവളങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ബേസ് ക്യാമ്പുകളെയും ഇസ്രായേലിനെയും ഒരേ സമയം ലക്ഷ്യം വെച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ യുദ്ധവാഹിനി വിമാനവാഹിനി യുദ്ധ കപ്പലായ അബ്രഹാം ലിങ്കണെതിരെ ബാലസ്റ്റിക് മിസൈലിൻ്റെ ആക്രമണവും നടത്തി. നിലവിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ മരണങ്ങൾ ഔദ്യോഗികമായി അമേരിക്ക സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണഗതിയിൽ ഒരു യുദ്ധമുഖത്ത് ഏത് തിരിച്ചടി ഉണ്ടായാലും അമേരിക്കയോ ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങൾ ഒന്നും അംഗീകരിക്കാറില്ല. അവർ തിരിച്ചടി കിട്ടിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര നാശനഷ്ടമുണ്ടായി എന്നും ഒരിക്കലും പറയാറും അംഗീകരിക്കാറുമില്ല. സ്വാഭാവികമായിട്ട് ഒരു പിൻവാങ്ങലാണ് അവർ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഇറാനിയൻ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതായി അവർ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇറാൻ ഒരേ സമയത്ത് അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി, ഇറാന്റെ സൈനിക കമാൻഡർമാരുടെ വധത്തിന് പ്രതികാരമായി വളരെ വലിയ ആക്രമണമാണ് നടത്തിയത്. പ്രധാനമായിട്ടും ഈ ഒമാന്റെ കടൽ തീരത്ത് നടത്തിയ ആക്രമണത്തിൽ ഒരു ബോട്ട് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തി. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നേരത്തെ ഒമാനിന്റെ അതിർത്തികളിൽ ഒരു രീതിയിലുള്ള സൈനിക ഇടപെടലും ഇറാൻ നടത്തിയിരുന്നില്ല. അതിൽ നിന്നുള്ള മാറ്റമാണ്. പക്ഷേ ബാക്കിയൊക്കെ സൈനിക ബേസ് ക്യാമ്പുകളെ കേന്ദ്രീകരിച്ചാണ്. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഗൗരവകരമായ ആക്രമണങ്ങൾ ദുബായിലും അതുപോലെ തന്നെ അബുദാബിയിലുമൊക്കെ ഇറാൻ നടത്തി. അത് സൈനിക ക്യാമ്പുകൾക്കപ്പുറം സയനിസ്റ്റുകൾ, ഈ ജൂത അല്ലെങ്കിൽ ഈ ഇസ്രായേലിയുമായി ബന്ധപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഇതൊക്കെ അവരുടെ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായി എന്നതാണ്. മരണവും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് UAE സംബന്ധിച്ചിടത്തോളം. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിൽ അമേരിക്കയുടെ റഡാർ സിസ്റ്റത്തിനെ കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണത്തിൽ തകർത്തിരുന്നു. അവരുടെ ഡ്രോൺ ആക്രമണത്തിലാണ് റഡാർ സിസ്റ്റം തകർത്തത്. അതിനുശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഓയിൽ റിഫൈനറികളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അനൗദ്യോഗിക വിവരമുണ്ട്. ഏതായാലും ഖത്തറിനെയും അതിരൂക്ഷമായ ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ഒന്നാകെ ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം തന്നെ സൈപ്രസിലെ ഒരു ആക്രമണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതും അനൗദ്യോഗികമാണ്, പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കപ്പെട്ടില്ല. സൈപ്രസിലുള്ള ഈ ഒരു യുകെയുടെ ഒരു അവിടെ ഉള്ള താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ചകൾക്കിടയില്ലാത്ത വിധം അതിശക്തമായ ആക്രമണങ്ങൾ. ഇസ്രായേലിൽ ഒക്കെ 500ഓളം പരിക്കുകളാണ് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പറയുന്നുള്ളത്. 500ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന്. എന്നാൽ അവിടുത്തെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ ബോഡിയൊക്കെ എടുത്തു മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മരണസംഖ്യ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. നേരത്തെ നടത്തിയ 12 ദിന യുദ്ധങ്ങളൊക്കെ കേവലം സൈനിക ബേസ് ക്യാമ്പുകളായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പരമോന്നത നേതാവിന്റെ വധത്തോടുകൂടി അതിശക്തമായ മുമ്പും നോക്കാനില്ലാത്ത ഒരു തിരിച്ചടികൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. കാരണം ഈ മരണത്തിന് പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇറാനിയൻ പ്രസിഡന്റ് അഹമ്മദ് പെഷസ്കിയാൻ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമാണ്, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുഴുവൻ മുസ്ലിം ലോകത്തിനും ഷിയ മൂവ്മെന്റിനും വേണ്ടി ഈ പ്രതികാരം ഞങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇറാനെ ആക്രമിക്കാൻ ഈ ഗൾഫ് റീജിയനിലുള്ള മുഴുവൻ സൈനിക ബേസ് ക്യാമ്പുകളും ഉപയോഗിച്ച അമേരിക്ക തുർക്കിയിൽ അവരുടേതായിട്ടുള്ള ക്യാമ്പുകളെ, അവരുടെ അതിർത്തികളെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് അതിശക്തമായ നിലപാടുള്ള രാജ്യങ്ങളുടെ അകത്ത് ചെന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം നടത്താൻ അമേരിക്ക തയ്യാറാവുന്നില്ല. തുർക്കി ഇതിനൊരു ഉദാഹരണമാണ്. തുർക്കിയുടെ വ്യോമാതിർത്തിയൊന്നും ഇതിനു വേണ്ടി ഉപയോഗിച്ചില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ തുർക്കിയുമായി ബന്ധപ്പെട്ട ഇടങ്ങൾ ഉപയോഗിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ആ ഒരു ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റജബ് തൊയ്യിബ് ഉർദുഗാനും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും ഇവരൊക്കെ ഈ ഭരണതലത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ഇറാനെതിരെ തങ്ങളുടെ മണ്ണ് ഉപയോഗപ്പെടുത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തുർക്കി സ്വീകരിച്ചു. അങ്ങനെയാണ് തുർക്കിയുടെ ബേസ് ക്യാമ്പ് അവിടെ ഉള്ള തുർക്കിയുടെ പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ സൈനിക കേന്ദ്രങ്ങളെയും ഒരേ സമയം ഇറാൻ ലക്ഷ്യം വെക്കുന്നു. അത് കുവൈത്ത് ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും. ഈ കഴിഞ്ഞ ദിവസം മുഴുവൻ ബഹ്റൈനെ കേന്ദ്രീകരിച്ച് അവരുടെ 5ാം പടക്കപ്പലിന്റെ കേന്ദ്രമാണ് ആക്രമിച്ചെങ്കിൽ ഇന്ന് അത് കൂടുതലും UAEയും ഖത്തറിനെയുമാണ്. അതിനോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് മാരക പ്രഹരശേഷിയുള്ള അതിശക്തമായ മിസൈലുകളാണ് ഉപയോഗിച്ചത്. ഇതുവരെ കാണാത്ത വാർഹെഡ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള കനത്താക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. UAEയുടെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞത് UAEയിലേക്ക് അവർ നടത്തിയ ഡ്രോണിൻ്റെയും മിസൈലിൻ്റെയും ആക്രമണം എത്രയായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ മരണസംഖ്യ ഉണ്ടായി എന്ന് അദ്ദേഹം സമ്മതിച്ചു. പല ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും അദ്ദേഹം വെളിപ്പെടുത്തി. ഏതായാലും പരമോന്നത നേതാവിൻ്റെ വധത്തിന് പ്രതികാരമായി, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഒന്നാകെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക താവളങ്ങളെ, അമേരിക്കയുടെ സൈനിക താവളങ്ങളെ നശിപ്പിച്ചാൽ മാത്രമേ ഇസ്രായേലിലേക്കുള്ള സമ്പൂർണ്ണ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർത്തതിനു ശേഷം സമ്പൂർണ്ണമായിട്ടുള്ള ഇസ്രായേലിലേക്കുള്ള ആക്രമണമായിരിക്കാം ചിലപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ സൈനിക കേന്ദ്രങ്ങളിൽ അവരുടെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളെ തടുക്കുന്ന ഒരു സംവിധാനമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും ഒന്നിച്ചാക്രമിക്കുക എന്നുള്ള ഒരു പുതിയ തന്ത്രമാണ് ഇറാൻ പ്രയോഗിച്ചത്. അതുകൂടാതെ നിലവിൽ അവരുടെ സൈനിക കമാൻഡർ വിങ്ങിനൊക്കെ കൊടുത്തിരിക്കുന്നത് നേരത്തെ കൊടുത്ത നിർദ്ദേശമാണ്. അലി ഖമേനി ഉണ്ടായിരുന്നപ്പോൾ കൊടുത്ത നിർദ്ദേശമാണ്. ഇപ്പോൾ അതിന് പുതിയ നിർദ്ദേശങ്ങൾ അവർക്ക് വരാത്തത് കൊണ്ട് തന്നെ ആ നേരത്തെയുള്ള നിർദ്ദേശപ്രകാരം എന്താണോ അവിടുത്തെ ഭരണകൂടം പറയുന്നത് അത് പ്രകാരമുള്ള നടപടികളുമായിട്ട് സൈനിക നേതൃത്വം മുമ്പോട്ട് പോവുകയാണ്. അഥവാ ഇതിന് മറുത്തൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അതിശക്തമായ ആക്രമണങ്ങൾ അവർ തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത്.